കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുവെന്നൊരു വാദം എത്ര കണ്ട് ഉന്നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അത് വെറുമൊരു ആരോപണം മാത്രമായി തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം പാർട്ടിക്ക് ഈ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ ആ ആരോപണ വിധേയനെതിരെ ചെയ്യാൻ കഴിയുന്ന പരമാവധി നടപടി തന്നെ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് നിയമപരമായി മുമ്പോട്ട് പോകേണ്ടത് സർക്കാരാണ്, അല്ലെങ്കിൽ പോലീസ് സംവിധാനമാണ്. രാഹുൽ ഇത്രയും ദിവസം ഒളിവിൽ കഴിയുന്നത് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അനാസ്ഥയാണെന്നൊരു വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി അടക്കം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളിലൂടെ. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും രഹസ്യമായി പാർട്ടിയിലെ ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പല പാതകളിലൂടെ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്ന വാദം പോലീസ് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കർണാടകയിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ തുടർച്ചയായി രാഹുൽ അവിടെ തന്നെയാണ് ഈ ഒളിവിൽ കഴിയുന്നത്. കാരണം പുറത്തേക്കിറങ്ങിയാൽ ദേശീയ മാധ്യമങ്ങളടക്കം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലെ ആരോപണ വിധേയൻ അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്യമായി ഏതെങ്കിലും ഒളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മറ്റാരുടെയോ കൈവശം ഇരുന്ന് പല സ്ഥലങ്ങളിൽ അത് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്ത് അന്വേഷണ സംഘത്തെ മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന ഒരു വിലയിരുത്തലാണ് SIT ഉള്ളത്. കാരണം ഇന്നലെ സുള്ളിയിലാണ് അവസാനമായി ഈ ഫോൺ ഓണായിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റിലധികം സമയം ഈ ഫോൺ ഓണായിരുന്നു. പക്ഷെ അതിലേക്ക് ഫോൺ കോൾ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് തന്നെയാണ് ഈ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം ഇല്ല എന്ന ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അന്വേഷണ സംഘം അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി ഉന്നയിച്ച യുവതിയുടെ ആരോപണങ്ങളിലെ പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ആസ്ഥാനത്തെ AIG G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിരിക്കുന്ന അടിയന്തരമായി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഇവർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ കേസിലെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകും. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോസിക്യൂഷന് വാദമുഖങ്ങൾ ശക്തമായി ഉയർത്തണമെങ്കിൽ ഈ യുവതിയുടെ മൊഴിക്ക് നിയമസാധുത കൈവരണം. അതിനാദ്യം അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർന്ന് അവരെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് അഥവാ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യ മൊഴി കൂടി കൊടുക്കാൻ സന്നദ്ധയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് കൂടി വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവാകേണ്ടതുണ്ടല്ലോ. ഇന്ന് VD സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പോലീസിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയാണ്. രാഹുലിനെ പാർട്ടി തള്ളിയതാണ്, അവിടെ കോൺഗ്രസ് സംരക്ഷിക്കുന്നുവെന്ന് പിണറായി വിജയൻ മറുവാദം ഉന്നയിക്കുമ്പോഴും പാലക്കാട് MLA എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ ഒരു പൂർണ്ണ സംരക്ഷണത്തിൽ ഇത്രയും ദിവസം 9 ദിവസത്തോളം കേരള പോലീസിൻ്റെ മിടുക്കും അവരുടെ ആജ്ഞാശക്തിയും അവരുടെ കഴിവുമൊക്കെ എല്ലാവരും പലതവണ എത്രയോ വലിയ ക്രിമിനൽസിനെ പിടിച്ച ഒരു പോലീസ് ഫോഴ്സ് കൂടിയാണ്. അവർക്ക് സാധിക്കുന്നില്ല രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ. രാഹുൽ വളരെ കൃത്യമായ ഇന്നലെ ഹോസ്ദുർഗ് കോടതിയിൽ എത്തുമെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ പോലീസിനെ കബളിപ്പിച്ച് പുറകോട്ട് മാറുന്നു, കാര്യങ്ങൾ നടക്കുന്നില്ല, അവർ സമീപത്തെത്തിയെന്ന് പറയുന്നു. അങ്ങനെ പോലീസിന് അറിയാത്ത ഒരാൾ, പോലീസിന് സംവിധാനത്തിന് പിടിക്കാൻ പറ്റാത്ത ഒരാളല്ലല്ലോ ഡാൻ രാഹുൽ. അവിടെയും ഉണ്ട് വിമർശനം. തീർച്ചയായിട്ടും അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വരുന്ന 9-ാം തീയതി കേരളത്തിലെ പകുതിയോളം ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി രാഹുലിനെ അതിനോടകം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നാൽ എല്ലാ ദിവസവും ഇത് തന്നെ വാർത്തകളിൽ ചർച്ചകളിൽ നിറയുന്ന സാഹചര്യം ഉണ്ടാകും. സർക്കാരിനെതിരെ ഉയർന്ന ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിയും എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെ ബോധപൂർവ്വം പിടിക്കാതിരിക്കുന്നതാണ്. എവിടെയുണ്ട് എന്ന് കൃത്യമായി അറിയാമായിട്ടും രാഹുലിനെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘം അനാസ്ഥ വരുത്തുന്നു. അത് രാഷ്ട്രീയ താൽപര്യത്തോടെ എന്ന വിമർശനമാണ് കോൺഗ്രസ് അത് ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ വിമർശനത്തിന്റെ ആക്കം ഇനി കൂടും. പക്ഷേ അപ്പോഴും അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അതായത് രാഹുലിനെ പിടികൂടിയല്ലേ പറ്റൂ, അതിനല്ലേ അന്വേഷണം നടക്കുന്നത്, അതിൽ തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി അത്തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട്
അധിക സമയം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ തുടരാൻ കഴിയില്ല. പക്ഷേ എത്ര സമയം കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ അത് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനു മുമ്പ് രാഹുലിനെ പിടികൂടിയാൽ അത് രാഹുലിന് വലിയ തിരിച്ചടിയാം. അതുകൊണ്ടാണ് നോട്ട് ടു അറസ്റ്റ് എന്ന ഒരു മൂവ് സെഷൻസ് കോടതിയിൽ നടത്തിയ പോലെ ഹൈക്കോടതിയിൽ നടത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതാണ് ആജ്ഞ. ഇവിടെ രാഹുൽ അഭിഭാഷകനുമായി ബന്ധപ്പെടുന്നുണ്ട്. രാഹുലിന്റെ ആരെങ്കിലും സഹായികൾ അഭിഭാഷകനുമായി ബന്ധപ്പെടുന്നുണ്ട്. നിയമവശങ്ങൾ രാഹുലിനെ ധരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫോണിന്റെ അടക്കം അത്തരം കാര്യങ്ങൾ സംസാരിച്ച ശേഷമായി ആകുമല്ലോ സ്വാഭാവികമായും ഹൈക്കോടതിയെ സമീപിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. തിരുവനന്തപുരത്തെ കോടതിയിൽ സെഷൻസ് കോടതിയിലെ അഭിഭാഷകനല്ല, കൊച്ചിയിൽ കുറച്ചുകൂടി മുതിർന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ അഭിഭാഷകനെ അടക്കം ബന്ധപ്പെടാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തൊക്കെ രാഹുൽ വന്ന് മടങ്ങി എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം നേരിട്ട് കാണലോ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ ഈ അഭിഭാഷകനുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ അഭിഭാഷകനുമായി നേരിട്ട് കാണലോ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല രഞ്ജിത്ത്. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പ്രധാനമായും സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച അതേ സാഹചര്യം തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. അതായത് നോട്ട് ടു അറസ്റ്റിലേക്ക് പോവുകയാണ്. അതിനുള്ള ഹർജി കൂടി, ഒരു ഇടക്കാല ഉത്തരവ് തേടാനുള്ള ശ്രമം കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ എന്തായാലും അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി, മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം കൂടി, അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 24 hours സമയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നിർണായകമാണ്, പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുമല്ലോ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല, ഈ കോൺഗ്രസ് നേതാക്കളും പോലീസും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ശക്തമായി വരികയാണ്. വിവിധ ഭാഗങ്ങളിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു നടപടിയെടുത്തത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നടപടിയെടുത്തത് ഒരു മാതൃകാപരമായ നടപടിയാണെന്ന് കൈക്കൊള്ളുന്ന നിലയിൽ ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും പോലീസും പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് അത്തരം വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ ഉന്നയിക്കുന്നത്. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അത്തരം വിമർശനങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്തു. UDF കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ വിമർശനവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിരുന്നാലും മുഖ്യമന്ത്രി ഇപ്പോൾ പോലീസ് കണ്ടെത്തുമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന 24 മണിക്കൂർ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ PA ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ ഡ്രൈവർമാർ, അദ്ദേഹത്തിന്റെ ജീവനക്കാരെ എല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് തമിഴ്നാട് വരെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇവരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റുമായി ഒരു പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രാഹുലിന്റെ സഹായികളാകാം, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടായിരിക്കണമെന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പോലീസിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്ന ആളാണ്, ജനപ്രതിനിധിയാണ്. പ്രത്യേകിച്ചും തെളിവുകൾ നശിപ്പിക്കപ്പെട്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യം പ്രധാനമായി എടുത്തു പറഞ്ഞിരുന്നു. തെളിവുകൾ നശിപ്പിക്കപ്പെടുകയും ജനപ്രതിനിധിയായുള്ള ആള് അധികാരം ഉപയോഗിച്ചു തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും, അതിനുള്ള സാധ്യതയുണ്ട് എന്നും കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷണം നടത്തി. സാഹചര്യം ഏതായാലും അന്യ സംസ്ഥാനത്ത് ഒളിവിൽ കഴിയുക എന്ന വിവരം പുറത്തു വന്നതോടുകൂടി ഈ മുൻകൂർ ജാമ്യം ലഭിക്കുക എന്ന രാഹുലിന്റെ ആവശ്യത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. നിയമപരമായി കോടതി പരിഗണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതുതന്നെയായിരിക്കും. ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ച ശേഷവും ആൾ ഒളിവിൽ കഴിയുക, അത് അന്യ സംസ്ഥാനത്ത് എന്നുള്ളത് സ്വാഭാവികമായും ഹൈക്കോടതിയിലെ ജാമ്യ ഹർജിയെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആജ്ഞ രവീന്ദ്രനും ഒപ്പം ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.